പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 47-ാം ദിവസം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സ്നേഹിതരെ, നമ്മുടെ കർത്താവായ മിശിഹ ഈ ലോകത്തിലേക്ക് വന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ശരീരത്തിൽ ആത്മാവ് വസിക്കുന്നിടത്തോളം കാലം ഈ ലോകത്ത് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ മനുഷ്യൻ തയ്യാറാവണം. ദൈവവചനമനുസരിച്ച് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവൻ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ പരിപൂർണനാകാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് അവൻ്റെ ഈ ലോക ജീവിതം. ക്രിസ്തുവിൻ്റെ തനിപ്പകർപ്പുകളായി നാം രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന് മുൻപ് എഴുതപ്പെട്ടതൊക്കെയും ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടണമെന്ന് ദൈവം തിരുമനസ്സായതുകൊണ്ട് പൂർവകാലങ്ങളിൽ ഇസ്രായേൽ ജനത്തിന് ലഭിച്ച അരുളപ്പാടുകളെ, മാനുഷികമായി അവർക്ക് ലഭിച്ച പാരമ്പര്യ നിയമങ്ങളെ, മോശ വഴി അവർക്ക് ലഭിച്ചിട്ടുള്ള തോറ നിയമങ്ങളെ ക്രിസ്തുവിൽ അവൻ പരിപൂർണമാക്കി. അതുകൊണ്ട് ക്രിസ്തു നമ്മളോട് പറയും, ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ക്രിസ്തുവിൽ നിന്ന് ഈ പാഠം ഉൾക്കൊള്ളണം. കരുണയുള്ള ദൈവത്തിൻ്റെ കരുണയുടെ ഹൃദയം സ്വന്തമാക്കണം. മഴത്തുള്ളികൾ നീതിമാന്മാരെ നോക്കി പെയ്യാറില്ലല്ലോ. ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും വേണ്ടി ദൈവം മഴ പെയ്യിക്കുന്നു. ആ മഴത്തുള്ളികൾ ഒരിക്കലും ഒരു വിഭാഗത്തിൻ്റെ മേൽ മാത്രമായി വീഴുന്നില്ല. പ്രപഞ്ചത്തെ മുഴുവൻ നനയ്ക്കുന്നു. അവ കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും എല്ലാവരുടെയും മേൽ മഴത്തുള്ളികൾ വീഴുന്നത് പോലെ ആവണം നിങ്ങളുടെ സ്നേഹം എന്ന് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്രകാരം പരിപൂർണനായിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ക്രിസ്തു നമ്മെ വെല്ലുവിളിക്കുകയാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ തനിമ സ്വന്തമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവൻ്റെ
ഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹത്തിൻ്റെ സാന്ത്വനം അനുഭവിക്കാനുള്ള അർഹത നമുക്കുണ്ടാകും. ക്രിസ്തുവിൻ്റെ ഈ ക്ഷണം നമുക്ക് സ്വീകരിക്കാം. നമ്മളെ മാത്രം സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നതിലും, നമ്മളെ വിരുന്നിന് വിളിക്കുന്നവരെ തിരിച്ച് വിരുന്നിന് വിളിച്ച് പ്രതിസ്നേഹം കാണിക്കുന്നതിലും അപ്പുറത്തേക്കുള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രവാഹമായി നമ്മുടെ ജീവിതം ഉയരണമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെ പാഠമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. പകരത്തിന് പകരമല്ല, മറിച്ച് പകരത്തിന് പകരം തരാൻ കഴിയുന്ന ലോകത്തിൻ്റെ സ്നേഹത്തിനും അപ്പുറത്തേക്ക് അവൻ്റെ സ്നേഹത്തിൻ്റെ ചക്രവാളത്തിലേക്ക് ഉയരാൻ ക്രിസ്തുവിൻ്റെ തനിപ്പകർപ്പുകളായ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ തനിമ ഈ ലോകത്ത് വെളിപ്പെടുകയുള്ളൂവെന്ന് നാം തിരിച്ചറിയുന്നു. അപ്രകാരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹസാന്ത്വനം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, അങ്ങയുടെ മക്കൾ എന്ന പദവിക്ക് ഞങ്ങൾ അർഹരാക്കട്ടെ. ഈ മഹത്തായ പദവിയിൽ വ്യാപരിച്ചുകൊണ്ട് അങ്ങേ പ്രതി എൻ്റെ ശത്രുക്കളെ പോലും സ്നേഹിക്കുവാനുള്ള ഒരു ആന്തരിക പ്രേരണ എനിക്ക് നൽകണമേ. എൻ്റെ ലോകത്തിലുള്ള മേൽവിലാസം അങ്ങയുടെ മകൻ എന്നറിയപ്പെടുവാനുള്ള ആനന്ദം എനിക്ക് തരണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.